ഈ PSCയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ചരിത്രപരമായ ഒരു തീരുമാനമൊക്കെ വന്നൊരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിൽ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥി എത്തിയിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ അംഗമായ ശ്രീ ലോപ്പസ് മാത്യു ആണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീ ലോപ്പസ് മാത്യു. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് ശ്രീ ലോപ്പസ് മാത്യു, ഇപ്പം അങ്ങയ്ക്കും സന്തോഷം നൽകുന്ന ഒരു തീരുമാനമായിരിക്കും മന്ത്രിസഭയുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം 40 വയസ്സ് വരെ പ്രായപരിധി ഉയർത്തിയിരിക്കുന്നു PSC ഈ ഉദ്യോഗാർത്ഥികളുടെ. ഈ ഒരു തീരുമാനത്തിന് അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ എന്റെ സന്തോഷം അപ്പുറത്തേക്ക്, ഇത് വാസ്തവത്തില് കേരളത്തിലെ യുവജനങ്ങൾക്ക് ഏറ്റവും സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്തൊരു അസ്വാഭാവികത ഇല്ല. പെട്ടെന്നൊരു തീരുമാനമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. അതിന്റെ കാരണം, നമ്മൾ നേരത്തെ PSCയുടെ മിനിമം പ്രായം 35 അന്ന് റിട്ടയർമെന്റ് പ്രായം 55. അതിനുശേഷം റിട്ടയർമെന്റ് പ്രായം 56 ആക്കി. അപ്പോൾ PSCയുടെ എൻട്രി പ്രായം 36 ഇപ്പൊ യഥാർത്ഥ റിട്ടയർമെന്റ് പ്രായം 60 എന്ന് പറഞ്ഞാൽ പുതിയതായി ഇപ്പൊ സർവീസിൽ കയറുന്ന ആൾക്ക് 2013 ശേഷം 60 വയസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് 40 ആവും. എന്ന് പറഞ്ഞാൽ 20 വയസ്സിന്റെ ഡിഫറൻസ് ആണ്. 20 വർഷം ഡിഫറൻസ്. 35, 20, 55, 36, 20, 56. ഇപ്പോൾ 40, 20, 60 എന്ന് പറഞ്ഞാൽ മിനിമം പെൻഷന് 20 വർഷമാണ് സർവീസ്. അപ്പൊ ആ 20 വർഷത്തിന്റെ ഡിഫറൻസ് ആണ് കൊടുക്കുന്നത് സാധാരണ. അപ്പൊ അതുകൊണ്ടാണ് ഈ 40 എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുന്നത്, അത് സ്വീകാര്യമായ ഒരു പ്രായമാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് യുവജന പ്രത്യേക സന്തോഷമാണ്. നമുക്കറിയാലോ, ആയുർദൈർഘ്യം കൂടിയതിന്റെ അടിസ്ഥാനത്തിലും ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 40 വയസ്സ് ചെറുപ്പമാണ്. അത് തന്നെ അതിലുപരി ഈ പ്രായം റിട്ടയർമെന്റ് പ്രായം 60 ആയപ്പോൾ PSC അപേക്ഷിക്കുന്ന പ്രായം 40 ആകുന്നു എന്നുള്ളത് ആ 20 വർഷത്തിന്റെ ഡിഫറൻസ് നിലനിർത്താൻ ആവശ്യമാണ്. ഓക്കെ, ശ്രീ ലോപ്പസ് മാത്യു, ഇപ്പം അങ്ങയുടെ ഒരു സമയത്ത്, അങ്ങ് സർവീസിലുള്ള സമയത്തും ഇതുപോലുള്ള ശുപാർശകൾ വന്നിരുന്നു. അന്ന് ഈ PSCയിൽ എന്തെങ്കിലും സിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ? സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ഗവൺമെന്റ് തീരുമാനം എടുക്കുമ്പോഴാണ് PSC അത് അംഗീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് PSCയിൽ ചർച്ചയൊക്കെ സ്വാഭാവികമായിട്ട് 35, 36 ചർച്ച വന്നു. അപ്പൊ ഞാനെന്ന് 2014 അവസാനമാണ് വരുന്നത്. 2020 21 വരെ അവിടെ ഉണ്ടായിരുന്നു. 6 വർഷമാണല്ലോ PSCയിൽ. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. അപ്പൊ അതാണ് PSCയിലെ പീരീഡ്. അപ്പൊ അന്ന് 35 എന്നുള്ളത് 36 ആക്കിയതിന്റെ കാരണം 56 ആക്കിയതാണ്. അന്ന് 1 വർഷത്തെ ഇൻക്രിമെന്റാണ് വന്നത് റിട്ടയർ പ്രായത്തിൽ. അതുപോലെ അതിന് തൊട്ട് മുമ്പാണ് 2013 ഈ നമ്മുടെ കോൺട്രിബ്യൂഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ 2013 ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് റിട്ടയർമെന്റ് പ്രായം പുതിയ ആളുകൾക്ക് 2013 മുതൽ അത് 60 വയസ്സാക്കുകയും നിലവിലുള്ളവർക്ക് 56 തുടരുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കി കോൺട്രിബ്യൂട്ടറി പെൻഷൻ കൊണ്ടിരുന്നു. അപ്പോൾ പുതിയതായിട്ട് 2013 തൊട്ട് ഏപ്രിൽ 1 തൊട്ട് സർവീസ് വരുന്നവർക്ക് 60 വയസ്സാണ്. ഇപ്പം റിട്ടയർ പ്രായം 60 കേരളത്തിൽ വാസ്തവത്തിൽ. എന്ന് പറഞ്ഞാൽ സർവീസിലുള്ളവർക്ക്, അവശേഷിക്കുന്നവർക്ക് 56, പുതിയതായിട്ട് വരുന്നവർക്കെല്ലാം 60. അപ്പൊ അതുകൊണ്ട് പുതിയതായിട്ട് സർവീസ് വരുന്ന ആൾക്ക് 40 വയസ്സ് വരെ അപേക്ഷിക്കാനുള്ള യോഗ്യത കൊടുക്കുന്നത് ഏറ്റവും മര്യാദയും നീതിപൂർവമാണ് എന്നാണ് എന്റെ വിശ്വാസം. ശ്രീ ലോപ്പസ് മാത്യു, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ ശുപാർശകളൊക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകളും ശുപാർശകളൊക്കെ വന്നിട്ട് കുറെ ആയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു തീരുമാനം കുറച്ചൊന്ന് വൈകിപ്പോയി എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും നേരത്തെ എടുക്കാമായിരുന്നു, അതിന് കുഴപ്പമില്ല. പക്ഷെ ഈ PSCയില് അതിഭയങ്കര ലോഡാ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 കോടി അപേക്ഷയാണ് PSCയിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് 6 പോസ്റ്റ് വരെ അപേക്ഷിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പം ഏതാണ്ട് 10-80 ലക്ഷം ആളുകൾ അപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 3, 4, 5 അപേക്ഷയുള്ളവരുണ്ട്. ഇപ്പം ഒരു അത്യാവശ്യ പോസ്റ്റ് LP STക്ക് അപേക്ഷിക്കാം, UP STക്ക് അപേക്ഷിക്കാം, HSTക്ക് അപേക്ഷിക്കാം, HSSTക്ക് അപേക്ഷിക്കാം. പിന്നെ കോളേജ് അധ്യാപനാണെങ്കിൽ ഗേറ്റ് അല്ലെങ്കിൽ മറ്റേ PhD ഒക്കെ ഉണ്ടെങ്കിൽ അതും അപേക്ഷിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഞാൻ തന്നെ ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ LP സ്കൂളിൽ ഇന്റർവ്യൂ വന്ന ആള് കോളേജ് അധ്യാപന ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. കാരണം ലിസ്റ്റ് വരുമ്പോൾ അവർക്ക് അപ്പോയിന്റ്മെന്റ് ആ സമയത്തുള്ളിൽ കിട്ടണമെന്നില്ലല്ലോ. വേക്കൻസി അനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ലിസ്റ്റ് വന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് ആള് പറയുന്നു. വാസ്തവത്തിൽ ലിസ്റ്റ് വരുന്നതല്ല പ്രശ്നം. ലിസ്റ്റിൽ നമ്മൾ എണ്ണം കൂടുതൽ കൊടുക്കും. അതിന്റെ കാരണം എന്താ, ഒരാൾ തന്നെ പല ലിസ്റ്റിൽ വരും. അപ്പൊ അതുകൊണ്ടാണ് കൂട്ടിയിടണം. പിന്നെ റിസർവേഷന്റെ വിഷയമുണ്ട്. ഈ സപ്ലിമെന്റ് ലിസ്റ്റ് കൊടുക്കുന്നു. ഇപ്പം SC ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ ലാറ്റിൻ കാത്തലിക്, അപ്പം മെയിൻ ലിസ്റ്റ് അവർ കാണണമെന്നില്ല.
അപ്പൊ മെയിൻ ലിസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ടേൺ വരുമ്പോൾ സബ് ലിസ്റ്റ് പോയി എടുക്കും. അതുകൊണ്ട് ലിസ്റ്റ് സ്വാഭാവികമായിട്ടും കൂട്ടിയിടും. മെയിൻ ലിസ്റ്റ് വിടും, സബ് ലിസ്റ്റ് ഇടും. പക്ഷെ ഒരു ഉദ്യോഗാർത്ഥി ലിസ്റ്റിൽ വന്നു എന്തെങ്കിലും പേര് അവർക്ക് കൊടുക്കാൻ പറ്റും. ജോലി കൊടുക്കുന്ന വേക്കൻസിക്ക് അനുസരിച്ചല്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ വേക്കൻസിക്ക് ജോലി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ വലിയ ലോഡ് വന്നതുകൊണ്ടായിരിക്കും അല്പം ഒരു താമസം ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ലോപ്പസ്, ഇപ്പൊ അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഈ കൂടുതൽ പേർക്ക് 40 വയസ്സെന്ന് പറയുമ്പോഴത്തേനും കൂടുതൽ പേര് തൊഴിലിന് വേണ്ടി അപേക്ഷിക്കും. പക്ഷെ അതിന് ആനുപാതികമായിട്ട് ഇവിടെ തൊഴിൽ കൂടുന്നുമില്ല. അപ്പം അത്തരത്തിൽ ചോദിക്കുന്നവരോട് എന്താവും ഇനി പറയാൻ പറ്റുക PSCക്ക്? അല്ല, കൂടുന്നില്ലെന്ന് പറയത്തില്ല. ഈ ഒരു ആവറേജ് ഒരു വർഷം 25,000 തൊട്ട് 35,000 വരെയാണ് റിട്ടയർമെന്റ് നമ്മുടെ കേരളത്തിൽ. പക്ഷെ ഏതായാലും അത് കൃത്യമായിട്ട് PSCയിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട്. കാരണം വേക്കൻസി അത് ഓട്ടോമാറ്റിക് ആയിപ്പോൾ ഒരു വേക്കൻസി വന്നാൽ ഓട്ടോമാറ്റിക്കലി അത് ഓൺലൈനായിട്ട് PSC റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പൊ PSC അത് നോട്ടിഫൈ ചെയ്യും. പിന്നെ പുതിയ വകുപ്പുകൾ വരും, പുതിയ പോസ്റ്റ് ക്രിയേഷൻ വരും. ഇപ്പൊ വകുപ്പുകൾ തന്നെ കൂടുതല. പണ്ട് പരിസ്ഥിതി വകുപ്പില്ല, അല്ലെങ്കിൽ അതുപോലെ പുതിയ വകുപ്പുകൾ വരും. വനിതാ ക്ഷേമം വന്നു, പിന്നെ നമ്മുടെ വയോജന ക്ഷേമം വന്നു. അപ്പൊ വളരെ വേക്കൻസികൾ പുതിയ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വേക്കൻസി ഓരോ വർഷവും കൂടാനാണ് സാധ്യത. പിന്നെ റിട്ടയർമെന്റ് അനുസരിച്ച് ഓരോ വർഷം വ്യത്യസ്തമായിട്ടിരിക്കും. പക്ഷെ സ്വാഭാവികമായിട്ട് ഇന്ത്യയില് 28 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശം ഏറ്റവും കൂടുതൽ PSC അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് കേരളത്തിലാണ്. അതിന്റെ കാരണം ഇവിടെയാണ് എല്ലാ വകുപ്പിലും PSCക്ക് വിട്ടിരിക്കുന്നത്. സർക്കാരിന്റെ 117 വകുപ്പിലെയും അപ്പോയിന്റ്മെന്റ് PSCക്ക് വിട്ടു. കോർപ്പറേഷൻസ് എല്ലാം വിട്ടു. ഈവൻ യൂണിവേഴ്സിറ്റികളുടെ അപ്പോയിന്റ്മെന്റ് നോട്ടീസ് സ്റ്റാഫിന്റെ ഉൾപ്പെടെ വിട്ടു. എനിക്ക് തോന്നുന്നത് വിടാത്ത വളരെ ചുരുക്കമായി ദേവസ്വം ബോർഡ് വേറെ ഉള്ളത് കൊണ്ട് അവരുടെ മാത്രമല്ല, ബാക്കി എല്ലാ അപ്പോയിന്റ്മെന്റും PSCക്ക് വിട്ടിരിക്കുക. അത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രമാത്രം അപ്പോയിന്റ്മെന്റ് ഈ PSCക്ക് വിട്ടിരിക്കുന്നത്. ഇപ്പൊ UP ആണെങ്കിൽ ഇവിടെ കുറച്ചേ വിട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ വേറെ 10-50 റിക്രൂട്ട്മെന്റ് ബോർഡുകളുണ്ട്. ഇവിടെ PSCയിലെ എണ്ണം കൂടുന്നതിന്റെ കാരണം, മെമ്പർമാരുടെ എണ്ണം കൂടുന്നതിന്റെ കാരണം അതുകൊണ്ടാണ് മുഴുവൻ വകുപ്പിലെ അപ്പോയിന്റ്മെന്റ് PSCക്ക് വിട്ടിരിക്കുക. അതിനകത്തിപ്പം ഇടതുപക്ഷം വലതുപക്ഷം എല്ലാവരും PSCക്ക് വിടണം എന്നാണല്ലോ പറയുന്നത് എപ്പോഴും. കാരണം അവിടെ ആ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ബോധ്യം കേരളത്തിലുണ്ട്. ഞാൻ അവിടെ 2 കാലത്തും, LDFന്റെ കാലത്ത് UDFന്റെ കാലത്തും PSC വിടുന്ന ആളാണ്. നോ കറക്ഷൻ എന്ന് വേണം പറയേണ്ടി വരും. കാരണം അത്രമാത്രം വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് മുഴുവൻ കമ്പ്യൂട്ടറൈസ്ഡാ. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് നമ്പർ ഇരിക്കും, ആ തിയറിക്ക് ആ കുട്ടിയെ കിട്ടിയ മാർക്ക് നമുക്കറിയില്ല. 100 മാർക്കിന്റെ ടെസ്റ്റ്, 20 മാർക്കിന്റെ ഇന്റർവ്യൂ. 100 മാർക്കിൽ ആ കുട്ടിക്ക് എത്ര കിട്ടിയെന്ന് ഇന്റർവ്യൂ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങൾ 20 മാർക്കിന്റെ ഇന്റർവ്യൂ മാർക്ക് ഇടുന്നു. അത് മറ്റു സ്ഥലത്തെ പോലെയല്ല. നമ്മളൊരു മിനിമം മാർക്ക് പറയും, ഒരു മാക്സിമം ഉണ്ട്, അതിന് കൂടുതല. അപ്പൊ ആ പീരീഡിനുള്ളിൽ അതിന്റെ പെർഫോമൻസ് അനുസരിച്ച് ആ മാർക്ക് 4 പേരും കൂടെ, മെമ്പറും 2 മെമ്പർമാരും കാണും, സബ്ജക്ട് എക്സ്പെർട്ട് ഉണ്ട്, ഗവൺമെന്റ് നോമിനി ഉണ്ട്. പരസ്പരം നമുക്ക് അറിയത്തില്ല. ഇന്റർവ്യൂവിന്റെ സമയത്താണ് കൂടെയുള്ള ആരാന്നറിയുന്നത്. ഒരു കാൻഡിഡേറ്റ് പോയി കഴിയുമ്പോൾ 4 പേരും കൂടെ ആലോചിച്ച് ഒരേ മാർക്കാണ് ഇടുന്നത്. മനസ്സിലായി ശ്രീ ലോപ്പസ് മാത്യു. കാര്യങ്ങളെല്ലാം അവിടെ സുതാര്യമായിട്ടാണ് നടക്കുന്നത്. അപ്പം ഈ ശ്രീ ലോപ്പസ് മാത്യു, ഇപ്പൊ കോമ്പറ്റീഷൻ കൂടുകയാണല്ലോ, അപ്പം അതും ഈ അപേക്ഷകരുടെ എണ്ണവും കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ PSCക്ക് ഇനി ഈ പ്രായം കൂട്ടിയത് എന്തെങ്കിലും തരത്തിൽ ഒരു വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുമോ? സ്വാഭാവികമായിട്ടും PSCയുടെ ലോഡ് കൂടും, എന്റെ സംശയമൊന്നും വേണ്ട. കാരണം PSCയില് പിന്നെ അവിടെ ഈ കമ്പ്യൂട്ടറൈസേഷനും എല്ലാം വരുന്നതുകൊണ്ട് നമുക്കിപ്പം മാനുവൽ വർക്കുകൾ കുറഞ്ഞു വരിക. ഇപ്പൊ 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ, പിന്നെ OTR എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് കയറി 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം ഔട്ട്. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് ഈ കമ്പ്യൂട്ടറൈസേഷൻ അതിന്റെ ഫുൾ ഫ്ലെഡ്ജിലാണ്. എല്ലാ അർത്ഥത്തിലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാം ഇപ്പൊ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ DG ലോക്കർ വന്നിട്ടുണ്ട്. അപ്പം ഒരു പുതിയ കാലത്തുള്ള എല്ലാ സർട്ടിഫിക്കറ്റും DG ലോക്കർ രജിസ്റ്റർ കഴിഞ്ഞാൽ PSCക്ക് അതിനകത്ത് വെരിഫൈ ചെയ്യാം. അപ്പൊ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറയുകയാണ്. അപ്പൊ അത് വെച്ചിട്ട് PSCക്ക് അത് കുറച്ചുകൂടെ ക്രമപ്പെടുത്തി മാനേജ് പോകാൻ പറ്റും. പിന്നെ എന്നാ പറഞ്ഞാലും PSCയിലെ ഉദ്യോഗസ്ഥരെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നവരാണ്. ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ യൂണിഫോമിന്റെ പോസ്റ്റൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫിസിക്കൽ മെഷർമെന്റ്, ഫിസിക്കൽ ടെസ്റ്റ് അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതെല്ലാം വെളുപ്പിനൊക്കെ നടക്കുന്നത്. 4 മണി 5 മണി വന്ന് ഗ്രൗണ്ടിൽ ഇപ്പൊ നടക്കുകയാണ് 3 വകുപ്പുകാരും. PSC അല്ലെങ്കിൽ പോലീസാണ്, പോലീസ് മോട്ടോർ വെഹിക്കിളാണ്, മോട്ടോർ വെഹിക്കിൾ. അപ്പൊ വളരെ കൃത്യമായി, വളരെ സമഗ്രമായി, വളരെ സങ്കീർണമായ കാര്യങ്ങൾ വളരെ സമഗ്രമായി സർഗാത്മകമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ ഒത്തിരി സ്ഥലത്ത് യൂണിവേഴ്സിറ്റികളിലോ ജില്ലാ പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇത്രയും കാര്യമാത്ര പ്രസക്തമായി കാര്യഗൗരവമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസാണ് PSC, കേരള PSC. പ്രത്യേകിച്ച് മറ്റ് ഓഫീസുകൾ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റു സംസ്ഥാനത്ത് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ കേരള PSC എങ്ങനെയാ വർക്ക് അറിയാൻ വേണ്ടിട്ട്. സ്വാഭാവികമായിട്ട് ഇവിടെ ഭയങ്കര സൂചിപ്പിച്ചതുപോലെ PSCയുടെ വർക്ക് അല്പം കൂടെ കൂടും, സംശയമൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഇന്റർവ്യൂള്ള പോസ്റ്റുകൾ ഇപ്പൊ നമ്മൾ കുറച്ചിട്ടുണ്ട്. കാരണം തിയറി ടെസ്റ്റ് അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പൊ അഡ്വൈസ് കൊടുക്കുന്നത്. ഓഫീസർ പോസ്റ്റിലൊക്കെയാണ് ഇന്റർവ്യൂ കൂടുതലായിട്ട് നടത്തുന്നത്. മനസ്സിലായി. ശ്രീ ലോപ്പസ് മാത്യു, ഒരു കാര്യം കൂടി ചോദിച്ചാൽ എന്നെ അവസാനിപ്പിക്കും. ഇതിപ്പോ ഒരു തിരഞ്ഞെടുപ്പ് നീക്കമാണെന്ന് പറയുന്നവരുണ്ട്, അങ്ങനെയൊക്കെ എങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്കിപ്പം സത്യസന്ധമായിട്ട് പറയുമ്പോൾ ഇത് ജെന്യുവനായ സംഭവമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്തായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതിന് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുകയല്ലോ. സ്വാഭാവികമായിട്ടും അവരത് പറയും. പക്ഷെ ഏറ്റവും ജെന്യുവനാണ്, നീതിപൂർവമാണ്. ഞാൻ പറഞ്ഞ പോലെ ആ 20 കൊല്ലത്തെ ഡിഫറൻസ് ഇപ്പോൾ 40, 60 ആ നാട്ടിൽ വരുമ്പോൾ നീതിപൂർവമാണ്. അത് ആവശ്യമായ സംഭവമാണ്. യുവജനങ്ങൾക്ക് അത് അർഹതപ്പെട്ടതാണ്. പക്ഷെ ഹെൽമെറ്റ് ആവശ്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. നമുക്ക് അതിനകത്ത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, ശ്രീ ലോപ്പസ് മാത്യു, ഇപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.